ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് വന്നേക്കുന്നതേ എളുപ്പത്തിൽ നമുക്ക് വയ്ക്കാൻ കഴിയുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഉരുളക്കിഴങ്ങ് കറി ഇപ്പോൾ എല്ലാവർക്കും വയ്ക്കാൻ അറിയാവുന്നതൊക്കെയാണ്. എന്നാലും ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. ഇത് പെട്ടെന്ന് നമുക്ക് കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് ആദ്യം കുക്കർ അടുപ്പത്ത് വയ്ക്കുക. കുക്കർ നല്ലോണം ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ എഡിറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ, ഇത് നേരെ അതുപോലെ തന്നെ എടുക്കുകയാണ്. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും സംഭവങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നത് കൊണ്ട് ഇനി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ചതാണേ. പിന്നെ ഉരുളക്കിഴങ്ങും സവാളയും അരിഞ്ഞു വെച്ചത് ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് വയ്ക്കാറ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല, നേരെ അതുപോലെ തന്നെ കാണിക്കുകയാണ്. ഇത്രയും സമയമേ കറി വയ്ക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളൂ. ഉരുളക്കിഴങ്ങും സവാളയും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ടേ. ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഇതായിട്ട് നന്നായിട്ട് വഴണ്ട് വരും. അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് കറി നമ്മൾ എപ്പോഴും വയ്ക്കുമ്പോഴും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കറിക്ക് നല്ലതായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് വഴറ്റി കൊടുത്തിട്ട് വയ്ക്കുന്നത്. നമ്മൾ അല്ലാണ്ട് വയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. അത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് സാധാ മുളക് പൊടിയാണ്, പിരിയൻ മുളകിൻ്റെ പൊടിയല്ല, എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ടാണ് കുറച്ചിട്ടിരിക്കുന്നത്. ഇനി ഇത് ആദ്യം ഇട്ടിട്ടുണ്ട്. മോള് തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അവൾ എന്തൊക്കെയാണ് വർത്താനം അതാണ് ലാഗ് വരുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോളാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന മോളെ വേലയാണ്. പിന്നെ ഇനിതാ കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയാണ്, അത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇച്ചിരി കൂടെ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി കുറച്ച് സാമ്പാർ പൊടി ട്രോളല്ലേ, സാമ്പാർ പൊടിയല്ല, മസാല, സാദാ മസാല, അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ. ഇനി ആ പൊടികളുടെയൊക്കെ ഒരു പച്ച മണം മാറാൻ വേണ്ടി അതിനിടയ്ക്ക് മോളിതാ പുറത്തുള്ള വിഷ്വൽസ് എടുക്കുന്നതാണ്. രാത്രി ഇത് നമ്മൾ കാപ്പിക്ക് വേണ്ടിയിട്ടാണ്, രാത്രിയിലത്തെ കാപ്പിക്ക് വേണ്ടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മുടെ കുക്കർ അടച്ചു. കുക്കറിൻ്റെ പിടി പോയിരിക്കുകയാണ്. അതുകൊണ്ട് കുക്കർ അടയ്ക്കുന്നത് ഒരു ബദ്ധശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. കുക്കർ എടുത്തു, അടുപ്പിൽ വെച്ച് കൊടുത്തു. ഇനി ഒരു 3-4 വിസിൽ കേൾപ്പിക്കുക. 3-4 വിസിൽ എന്തിനാണെന്ന്